عليكم ورحمة الله تعالى وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين، والصلاة والسلام على سيد المرسلين وعلى آله وصحبه أجمعين الفائزين برضا الله. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي. اللهم ألهمني علما أفقه به أوامرك ونواهيك، وارزقني فهما أعلم به كيف أناجيك يا أرحم الراحمين. اللهم ارزقني فهم النبيين وحفظ المرسلين وإلهام الملائكة المقربين. اللهم أكرمني بنور الفهم وأخرجني من ظلمات الوهم وافتح لي أبواب رحمتك وانشر علي حكمتك بأنواع رحمتك يا أرحم الراحمين. കേസോയുടെ ആഭിമുഖ്യത്തിൽ ഇനി അങ്ങോട്ട് ഒരുപാട് സംരംഭങ്ങളും പ്രോഗ്രാമുകളും നടത്തുന്നതിനോടനുബന്ധിച്ച് ഒരു ഉദ്ഘാടനം എന്ന രൂപത്തിലാണ് ഈ സദസ്സ് ഇവിടെ സംഘടിപ്പിച്ചിട്ടുള്ളത്. പ്രൗഢഗംഭീരമായ വേദിയായി ഈ വേദിയെ സ്വീകരിക്കട്ടെ, അനുഗ്രഹിക്കട്ടെ. സമാജങ്ങളും സാഹിത്യ സംരംഭങ്ങളും ഫെസ്റ്റുകളും കലാ പ്രോഗ്രാമുകളും ഇത്തരം പഠനാനുബന്ധ പരിശീലന പ്രവർത്തനങ്ങളും നമ്മുടെ സേവന ജീവിതത്തിൽ, പ്രായോഗിക ജീവിതത്തിൽ ഒരുപാട് പ്രയോജനദായകമാകുമെന്ന് പറയേണ്ടതില്ല, സംശയലേശമന്യേ പറയാം. 2016 പഠനാനന്തരം പിന്നീട് അങ്ങോട്ട് പല മേഖലകളിൽ സേവനം ചെയ്യുമ്പോൾ ഖുതുബ, ഇമാമത്ത്, നിക്കാഹിൻ്റെ ചടങ്ങ് തുടങ്ങി ഏതുമാവട്ടെ സേവന മേഖലകളിൽ വളരെ കൂടുതൽ പ്രയോജനദായകമായത് പഠനകാലത്തെ സമാജങ്ങളും ഫെസ്റ്റുകളും കലാപരിപാടികളും അതിലെ പങ്കാളിത്തവും അത് കേൾക്കാനും അനുഭവിക്കാനും കാണിച്ച വിശാലമായ മനസ്സുമെന്ന് ഈ സമയത്ത് ചാരിതാർത്ഥ്യത്തോടുകൂടെ ഓർക്കുകയാണ്. ദീർഘനേരം സംസാരിക്കാൻ പറ്റിയ വേദിയല്ല. ഒരു 7 പോയിന്റിൽ നിന്നുകൊണ്ട് സംസാരിക്കാനാണ് ആഗ്രഹിക്കുന്നത്. പ്രബോധന ദൗത്യം അഥവാ പ്രബോധന ലക്ഷ്യം, പ്രബോധിത സമൂഹം, പ്രബോധന മേഖല, പ്രബോധന രീതികൾ, പ്രബോധനം സുസാധ്യമാക്കാവുന്ന വഴികൾ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെയും സ്വഹാബത്തിൻ്റെയും അയിമ്മത്തിൻ്റെയും കേരളീയ പണ്ഡിതരുടെയും പ്രബോധന രീതി, ഏതാനും ചില ഉണർത്തലുകൾ. ഇങ്ങനെ 7 പോയിന്റുകളിൽ നിന്നുകൊണ്ടാണ് ചെറിയ കാര്യങ്ങൾ വിശദീകരിക്കുന്നത്. പറയുന്നത് ആത്മാർത്ഥമായി പറയാനും കേൾക്കുന്നത് നിഷ്കളങ്കമായി കേൾക്കാനും തീരുമാനമെടുക്കുന്നത് നിഷ്കപടമായി തീരുമാനമെടുക്കാനും തൗഫീഖ് പ്രദാനം ചെയ്യട്ടെ. ഒന്നാമത്തേത് പ്രബോധന ദൗത്യം, ദഅവത്ത് എന്ന ദൗത്യം. സ്വയം നന്നായാൽ മാത്രം പോരാ. നമ്മൾ ഹറാമു ചെയ്യുന്നില്ല, കറാഹത്ത് ചെയ്യുന്നില്ല, ഖിലാഫുൽ ഔല ചെയ്യുന്നില്ല, ഇതുകൊണ്ട് മാത്രം പരലോകത്ത് രക്ഷപ്പെടാൻ കഴിയില്ല. മറിച്ച് നന്മ കൽപ്പിക്കുക, തിന്മ വിലക്കുക, ഇത് ഒരു മുഅ്മിനായ മനുഷ്യന്റെ ജീവിത ദൗത്യമാണ്. സൂറത്തു ആലു ഇംറാനിലെ ഒരു വചനം നോക്കൂ നിങ്ങൾ. കുൻതും ഖൈറ ഉമ്മത്തിൻ ഉഖ്രിജത് ലിന്നാസ് തഅ്മുറൂന ബിൽ മഅറൂഫ് വതൻഹൗന അനിൽ മുൻകർ. ഈ ഭൗമിക ലോകത്തേക്ക് നിയോഗിക്കപ്പെട്ട സമുദായങ്ങളിൽ വെച്ച് ഏറ്റവും ഉത്കൃഷ്ട സമുദായം ഈ സമുദായമാണ്. നിങ്ങൾ നന്മ കൽപ്പിക്കുന്നവരും തിന്മ വിലക്കുന്നവരുമാണ്. അഥവാ സ്വയം നന്മ ചെയ്യുകയും തിന്മ ഒഴിവാക്കുകയും നിർവഹിക്കുന്നതോടൊപ്പം മറ്റുള്ളവർക്ക് നന്മ പറഞ്ഞു കൊടുക്കുകയും തിന്മയിൽ നിന്ന് മാറാനുള്ള ആഹ്വാനങ്ങൾ, പ്രചോദനങ്ങൾ നൽകുക കൂടി ചെയ്യുമ്പോഴാണ് കുൻതും ഖൈറ ഉമ്മത്തിൻ ഉഖ്രിജത് ലിന്നാസ്, ഏറ്റവും ഉത്തമമായ സമുദായമായി, സമൂഹമായി മാറുന്നത്. അതുകൊണ്ട് പ്രബോധന ദൗത്യം അത്
നമ്മുടെ വിജയത്തിൻ്റെ, പരലോക വിജയത്തിൻ്റെ അനിവാര്യ ഘടകമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഒരു ഉദാഹരണം സ്വഹാബത്ത് പങ്കുവച്ചത് സഹീഹുൽ ബുഖാരിയിൽ കാണാം. നുഅ്മാൻ ഇബ്നു ബഷീർ റളിയല്ലാഹു അൻഹുവിൻ്റെതാണ് നിവേദനം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സ്വയം നന്നായി മറ്റുള്ളവരെ നന്നാക്കാൻ ഇറങ്ങാത്തവർക്ക് അവരെത്ര വലിയ അപകടത്തിലാണ് അകപ്പെടുന്നത് എന്ന് കാണിക്കാൻ മനോഹരമായൊരു ഉദാഹരണം കൊണ്ടുവരികയാണ്. മസലുൽ ഖായിമി അലാ ഹുദൂദില്ലാഹി സുബ്ഹാനഹു വതആല വൽ വാഖിഇ ഫീഹാ കമസലി ഖൗമിൻ ഇസ്തഹമു അലാ സഫീനത്തിൻ ഫഅസാബ ബഅ്ളുഹും മഅലാഹാ വബഅ്ളുഹും അസ്ഫലഹാ. ദൈർഘ്യമേറിയ ഹദീസാണ്. നന്മ കൽപ്പിക്കുകയും തിന്മ വിലക്കുകയും ചെയ്യുന്നവർക്കും നന്മ കൽപ്പിക്കാത്തവർക്കും തിന്മ വിലക്കാത്തവർക്കും ചേർത്തു വെക്കാവുന്ന നല്ലൊരു ഉദാഹരണം, നല്ലൊരു ഉപമ ഏതാണ്? ഒരു നൗക, ഒരു കപ്പൽ. ആ കപ്പലിന് താഴെ ഫ്ലോറുമുണ്ട്, മുകൾ ഭാഗത്തും ഒരു ഫ്ലോറുണ്ട്, അടിഭാഗത്തും ഒരു ഇരിക്കാനുള്ള സൗകര്യമുള്ള ഒരു സ്ഥലമുണ്ട്, മുകൾ ഭാഗത്തും ഇരിക്കാനുള്ള ഒരു സൗകര്യമുണ്ട്. നറുക്കെടുപ്പിലൂടെ ആര് അടിയിലിരിക്കണം മുകളിലിരിക്കണം എന്ന് തീരുമാനമായി. ചില ആളുകൾ അടിഭാഗത്തും ചില ആളുകൾ മുകൾ ഭാഗത്തും. അവസാനം അടിഭാഗത്തുള്ളവർക്ക് വെള്ളത്തിന് ദാഹിച്ചു. അപ്പോൾ അവർ മുകൾ ഭാഗത്തുള്ളവരോട് പറയുകയാണ്, ലൗ അന്നാ ഖറഖ്നാ ഫീ നസീബിനാ ഖറഖൻ, ഞങ്ങൾ ഞങ്ങളുടെ ഈ ഭാഗത്ത് ഒരു ദ്വാരമുണ്ടാക്കി വെള്ളം എടുക്കാൻ പോവുകയാണ്. ആ സമയത്തെക്കാനും ഫഇൻ തറക്കൂഹും, അവരെങ്ങാൻ നമ്മൾ ഒഴിവാക്കി വിട്ടാൽ ഇരു കൂട്ടരും ഹലകൂ ജമിഅ, എല്ലാവരും നശിക്കും. നേരെ മറിച്ച് വഇൻ അഖദു അലാ യദീഹിം നജൗ വനജൗ ജമിഅ, അവരുടെ കരത്തിന് പിടിച്ചാലോ കൈയിന് പിടിച്ചാലോ, നിങ്ങളങ്ങനെ ദ്വാരമുണ്ടാക്കരുത്. അടിഭാഗത്ത് ദ്വാരമുണ്ടാക്കിയാൽ ഈ കപ്പലിലുള്ള എല്ലാവരും സമുദ്രത്തിൽ മുങ്ങിപ്പോകും, എല്ലാവരും മരണപ്പെട്ടു പോകും, നശിച്ചു പോകും. ഇതുപോലെയാണ് നന്മ കൽപ്പിക്കാത്തവരുടെ തിന്മ വിലക്കാത്തവരുടെ ഉപമ. ആരാൻ കപ്പലിന്റെ അടിഭാഗത്ത് ദ്വാരം വീഴ്ത്തുമ്പോൾ അവരുടെ കരം പിടിക്കാതിരുന്നാൽ മുകൾ ഭാഗത്തുള്ളവർ നോക്കി നിൽക്കുകയാണെങ്കിൽ അവരും അവസാനം ആ കപ്പൽ താഴുമ്പോൾ കൂടെ വെള്ളത്തിലേക്ക് താഴ്ന്നു പോകും, ലോകത്തോട് വിട പറയും, മുങ്ങി നശിക്കും. അതുകൊണ്ട് നന്മ കൽപ്പിക്കുന്നത് തിന്മ വിലക്കുന്നത് ഒരു മുഅ്മിനായ മനുഷ്യന്റെ പരലോകത്തെ വിജയത്തിനുള്ള അനിവാര്യ ഘടകമാണ്. അതാണ് പ്രബോധന ദൗത്യം. അല്ലാഹു സുബ്ഹാനഹു വതആല പ്രബോധന ദൗത്യം ആത്മാർത്ഥമായി നിർവഹിക്കുന്ന നല്ല മുതഅല്ലിമീങ്ങളായി പണ്ഡിതന്മാരായി സ്വീകരിക്കട്ടെ, അനുഗ്രഹിക്കട്ടെ. രണ്ടാമത്തെ പോയിന്റ് പ്രബോധിത സമൂഹമാണ്. പ്രബോധനം നമ്മുടെ അനിവാര്യ ഉത്തരവാദിത്വം എന്ന് പറഞ്ഞു. രണ്ടാമത്തേത് പ്രബോധിത സമൂഹം. നമ്മൾ ഈ ദഅവത്തുമായി ആരുടെ അരികിലേക്കാണോ ചെല്ലുന്നത് ആ സമൂഹത്തെ നമുക്ക് രണ്ടായി തരംതിരിക്കാം. അഭിരുചി നോക്കിയും ആശയം നോക്കിയും രണ്ടായി തരംതിരിക്കാം. ആശയം നോക്കി എന്ന് പറഞ്ഞാൽ പക്കാ സാധാരണക്കാരായ സുന്നി സമൂഹമുണ്ട്. ഇസ്ലാമിനെ കുറിച്ചും ദീനിനെ കുറിച്ചും അഹ്ലുസുന്നത്തി വൽ ജമാഅയുടെ വിശ്വാസ ആദർശങ്ങളെ സംബന്ധിച്ചും കർമ്മ പദ്ധതികളെ സംബന്ധിച്ചും ഇനിയും ഒരുപാട് അറിയാൻ ആഗ്രഹിക്കുന്ന സാധാരണക്കാരായ സുന്നി സമൂഹമുണ്ട്. അതുപോലെ അഹ്ലുസുന്നത്തി വൽ ജമാഅയുടെ സുന്ദരമായ മുഖം തകർക്കാൻ വേണ്ടി അഹോരാത്രം ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന അവാന്തര വിഭാഗങ്ങളുണ്ട്. അതുപോലെ വിവിധങ്ങളായ മതങ്ങൾ, യുക്തിവാദികൾ, നിരീശ്വരവാദികൾ, ഭൗതികവാദികൾ, അതിശാസ്ത്രവാദികൾ, ആത്മീയതാവാദികൾ, അങ്ങനെ മതമുള്ളവരും മതമില്ലാത്തവരും, ഇസ്ലാം എന്ന മതത്തിൻ്റെ ഉള്ളിൽ തന്നെ സുന്നികളും അവാന്തര വിഭാഗങ്ങളും. ഇതാണ് ആശയത്തിലേക്ക് നോക്കിക്കൊണ്ടുള്ള നമ്മുടെ പ്രബോധിത സമൂഹത്തിൻ്റെ ഒരു തരംതിരിവ്. മറ്റൊരു തരംതിരിവ് അഭിരുചി താല്പര്യം നോക്കിയാണ്. വായിക്കാൻ മാത്രം താല്പര്യമുള്ള സമൂഹമുണ്ട്, കേൾക്കാൻ മാത്രം താല്പര്യമുള്ള സമൂഹമുണ്ട്, കാണാൻ മാത്രം ആഗ്രഹിക്കുന്ന സമൂഹമുണ്ട്. ഇങ്ങനെ പ്രബോധിത സമൂഹത്തെ രണ്ടായി തരംതിരിക്കാം. ആശയം നോക്കി മതമുള്ളവരും മതമില്ലാത്തവരും വിവിധങ്ങളായ ആശയങ്ങളിലൂടെ സഞ്ചരിക്കുന്നവർ. അഭിരുചി താല്പര്യം നോക്കിയോ കാണാൻ ആഗ്രഹിക്കുന്നവർ, ദൃശ്യ ആവിഷ്കാരങ്ങളിലൂടെ കാര്യങ്ങൾ പഠിക്കാൻ ആഗ്രഹിക്കുന്നവർ, അതുപോലെ കേട്ടുകൊണ്ട് കാര്യങ്ങൾ പഠിക്കാൻ ആഗ്രഹിക്കുന്നവർ, അതുപോലെ വായിച്ചുകൊണ്ട് കാര്യങ്ങൾ അറിയാൻ ആഗ്രഹിക്കുന്നവർ. ഇങ്ങനെ അഭിരുചിക്കനുസരിച്ചും ആശയങ്ങൾക്കനുസരിച്ചും
നമ്മൾ ഈ ദഅവത്തുമായി ഏതൊരു സമൂഹത്തിലേക്കാണോ കടന്നു ചെല്ലുന്നത്, ആ പ്രബോധിത സമൂഹത്തെ രണ്ടായി തരംതിരിക്കാം. മൂന്നാമത്തേത് പ്രബോധന മേഖലയാണ്. പ്രബോധന മേഖല കൊണ്ട് ഞാൻ ഉദ്ദേശിക്കുന്നത് പഴയ കാലം പോലെയല്ല, ഇത് പുതിയ സമൂഹമാണ്. പ്രത്യേകിച്ചും 2025 ശേഷമുള്ള തലമുറകളെ ബീറ്റ ജനറേഷൻ എന്നാണ് പേര് കൊടുത്തിരിക്കുന്നത്. ഗ്രേറ്റസ്റ്റ് ജനറേഷൻ, സൈലന്റ് ജനറേഷൻ, ബേബി ബൂമർ ജനറേഷൻ, എക്സ് ജനറേഷൻ, വൈ ജനറേഷൻ, സെഡ് ജനറേഷൻ, ആൽഫ ജനറേഷൻ, ബീറ്റ ജനറേഷൻ. അഥവാ ഓഫ്ലൈനിന്റെ കാലം മാത്രമല്ല, ഓൺലൈനിന്റെ യുഗമാണ്, ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ കാലമാണ്, മെറ്റാവേഴ്സിന്റെ കാലമാണ്, ദൃശ്യാവിഷ്കാരങ്ങൾ ഡിജിറ്റൽ യുഗത്തിന്റെ കാലമാണ്. പഴയ കാലം പോലെയല്ല. ഇവിടെ പ്രബോധന മേഖല ഒന്നുകൂടി വിശാലമായിട്ടുണ്ട് എന്ന ഓർമ്മ വേണം, അവയർനെസ്, ബോധം വേണം. അതാണ് മൂന്നാമത്തെ കാര്യം. നാലാമത്തേത് പ്രബോധന രീതികൾ. പ്രബോധന രീതികൾ, പ്രബോധനം എന്ന ദൗത്യം പറഞ്ഞു, പ്രബോധിത സമൂഹത്തിന്റെ സ്വഭാവം പറഞ്ഞു, പ്രബോധന മേഖലകളുടെ വിശാലത കൽപ്പിച്ചു. ഇനി പ്രബോധന രീതികൾ. പ്രധാനമായും 3 രൂപത്തിലാണ് ഈ കാലഘട്ടത്തിൽ പ്രബോധന രീതി. ഒന്ന് വാമൊഴി, രണ്ടാമത്തേത് വരമൊഴി, മൂന്നാമത്തേത് ദൃശ്യാവിഷ്കാരങ്ങൾ. വാമൊഴി കൊണ്ട് ഞാൻ ഉദ്ദേശിക്കുന്നത് പ്രസംഗങ്ങളും സംവാദങ്ങളും മുഖാമുഖങ്ങളും സെമിനാറുകളും സിംബോസിയങ്ങളും സൗഹൃദ സമ്മേളനങ്ങളും മാനവികായിക്യ ചർച്ചകളുമൊക്കെയാണ്. ബുർദാസ്വാദന സദസ്സുകൾ, പാട്ട്, അത്തരം സദസ്സുകളിലൂടെ ജനങ്ങളെ ഹഠാത് ആകർഷിക്കുന്ന വേദികൾ. ഇതാണ് വാമൊഴി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. രണ്ടാമത്തേത് വരമൊഴിയാണ്. എഴുത്ത്, കവിത, ലേഖനങ്ങൾ ഇത്യാദി എഴുത്തിന്റെ മേഖലകളിലൂടെയുള്ള സമൂഹത്തിലേക്ക് ആശയാദർശങ്ങൾ കൊടുക്കുന്ന രീതി. മൂന്നാമത്തേത് ദൃശ്യാവിഷ്കാര മേഖലകളാണ്. അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് വാട്സപ്പ്, ഫേസ്ബുക്ക്, ട്വിറ്റർ, ഇൻസ്റ്റഗ്രാം തുടങ്ങി സോഷ്യൽ മീഡിയ മാധ്യമങ്ങളിലൂടെയുള്ള വീഡിയോ ചെയ്തും കാര്യങ്ങൾ പറഞ്ഞും ഓരോ വിഷയങ്ങൾ അടുക്കും ചിട്ടയോടുകൂടി അവതരിപ്പിക്കുന്ന രീതി. ഇങ്ങനെ വാമൊഴി, വരമൊഴി, ദൃശ്യാവിഷ്കാരങ്ങൾ, ഇതാണ് പ്രബോധന രീതി. അടുത്ത പോയിന്റ്, യഥാർത്ഥ പ്രബോധനം സുസാധ്യമാക്കാവുന്ന വഴികൾ എന്തൊക്കെയാണ്? പ്രബോധന ദൗത്യം പറഞ്ഞു, പ്രബോധിത സമൂഹത്തിന്റെ സ്വഭാവങ്ങൾ കേൾപ്പിച്ചു, പ്രബോധന മേഖലകളുടെ വൈപുല്യം ഞാൻ ഉണർത്തി, പ്രബോധന രീതികൾ ആ പറഞ്ഞ 3 രീതിയിലാണെന്നും പറഞ്ഞു. ഈ പ്രബോധന രീതിയും പ്രബോധന മേഖലകളും സുസാധ്യമാക്കാൻ ചില വഴികളുണ്ട്, ചില അനുപേക്ഷണീയമായ ഘടകങ്ങളുണ്ട്. 4 ഘടകങ്ങൾ പ്രധാനമായും. ഒന്നാമത്തേത് ആഴത്തിലുള്ള മതപഠനം വേണം. രണ്ടാമത്തേത് ഭാഷാ പാടവം വേണം. മൂന്നാമത്തേത് ചരിത്രാവബോധം അനിവാര്യമാണ്. നാലാമത്തേത് ലോക പരിജ്ഞാനം വേണം. ഈ 4 കാര്യങ്ങളില്ലാതെ പ്രബോധന ദൗത്യവുമായി പ്രബോധിത സമൂഹത്തെ സമീപിച്ച് കാര്യങ്ങൾ ബോധിപ്പിച്ചു കൊടുക്കാൻ നമുക്ക് കഴിയില്ല. ആഴത്തിലിറങ്ങിയുള്ള ദീനീ വിജ്ഞാനവും മതപഠനവും വിജ്ഞാനവും അനിവാര്യമാണ്. അത് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. വിവിധ ക്ലാസ്സുകളിൽ പഠിക്കുന്ന മക്കളാണിത്. ആഴത്തിലിറങ്ങി ഖുർആനും ഹദീസും ബലാഗത്തും ഫസാഹത്തും ഹദീസും ഒക്കെ വളരെ മനോഹരമായി ആഴത്തിലിറങ്ങി പഠിക്കാൻ ശ്രമിക്കുന്നവരാണ് നമ്മളെല്ലാവരും. രണ്ടാമത്തേത് ഭാഷാ പാടവം വേണം. നമ്മൾ മനസ്സിൽ ക്രമീകരിക്കുന്ന ആശയങ്ങൾ പ്രബോധിത സമൂഹത്തിലേക്ക് എത്തിക്കാൻ ഭാഷ അനിവാര്യമാണ്. നല്ല ഭാഷകളിൽ തന്നെ, അത് നിങ്ങളുടെ മാതൃഭാഷയാവട്ടെ എൻ്റെ മാതൃഭാഷയാവട്ടെ, നല്ല ഭാഷയിൽ അവതരിപ്പിക്കാൻ കഴിയണം. ഭാഷാ പാടവം അനിവാര്യമാണ്. മൂന്നാമത്തേത് ചരിത്രാവബോധം. ചരിത്രത്തെ വിസ്മരിച്ചുകൊണ്ടും ചരിത്രത്തെ അവഗണിച്ചുകൊണ്ടും ഒരു പ്രബോധകന് സമൂഹത്തെ സമീപിക്കാൻ കഴിയില്ല. ചരിത്രത്തെ നന്നായി തിരിച്ചറിഞ്ഞുകൊണ്ടും ആഴത്തിലിറങ്ങി പഠിച്ചുകൊണ്ടും മാത്രമേ നല്ലൊരു പ്രബോധകനായി നമുക്ക് സമൂഹത്തേക്ക് ഇറങ്ങിച്ചെല്ലാൻ കഴിയൂ. നാലാമത്തേത് ലോക പരിജ്ഞാനം വേണം. ഇന്ന് ലോകത്ത് പലതും സംഭവിച്ചു കൊണ്ടിരിക്കുന്നു. LGBTQI കാലമാണ്, അതുപോലെ ലിബറലിസത്തിന്റെ കാലമാണ്. ചിന്താഗതികൾ കൂടുതൽ വൈകല്യങ്ങളിലേക്ക് കൂപ്പുകുത്തിക്കൊണ്ടിരിക്കുന്ന കാലമാണ്. അതുകൊണ്ട് ലോക പരിജ്ഞാനം നന്നായി വേണം.
എൻ്റെ സമൂഹം, ഞാൻ ആരോടാണ് സംസാരിക്കുന്നത്, ആർക്കു വേണ്ടിയാണ് എഴുതുന്നത്, എന്തെഴുതണം, അവരോട് എങ്ങനെ പറയണം, ഇത് നേരത്തെ മനസ്സിൽ കണക്കുകൂട്ടി ലോകത്തെ സംബന്ധിച്ചും സന്ദർഭങ്ങളെ സംബന്ധിച്ചും സാഹചര്യങ്ങളെ സംബന്ധിച്ചും നന്നായി അറിയുകയും വേണം. എങ്കിലേ നല്ലൊരു പ്രഭാഷകൻ, നല്ലൊരു എഴുത്തുകാരൻ, നല്ല ഒരു സമ്പാദക നമ്മിൽ നിന്ന് ഉടലെടുക്കുകയുള്ളൂ. അടുത്ത പോയിന്റ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെയും സ്വഹാബത്തിൻ്റെയും അഇമ്മത്തിൻ്റെയും കേരളീയ പണ്ഡിതരുടെയും പ്രബോധന രീതി. ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം നന്നായി പ്രസംഗിച്ചു, പ്രസംഗത്തെ ഇഷ്ടപ്പെട്ടു. കവിതകളെ, പാട്ടുകളെ നന്നായി പ്രോത്സാഹിപ്പിച്ചു. പലപ്പോഴും നല്ല വരകൾ, ചിത്രങ്ങൾ വരച്ചുകൊണ്ട് കാര്യങ്ങൾ ബോധിപ്പിച്ചു കൊടുത്തു. കേവലമായ ആശയ സംവേദമായിരുന്നില്ല നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പ്രബോധന രീതി. സമൂഹത്തെ ഹഠാത് ആകർഷിക്കാവുന്ന എന്തെല്ലാം കലാരൂപങ്ങളുണ്ടോ ആ അനുവദനീയമായ ഉപകാരപ്രദമായ കലാമുഹൂർത്തങ്ങളിലൂടെയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രബോധനം ചെയ്തിട്ടുള്ളത്. അത്യുന്നതമായ പ്രഭാഷണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നിർവഹിച്ചു. 62-ാമത്തെ വയസ്സിലെ ഹജ്ജത്തുൽ വദാഇൽ നടന്ന 4 പ്രൗഢഗംഭീരമായ പ്രഭാഷണം. ദുൽഹിജ്ജ് 7-ന്റെ അന്നും 9-ന്റെ അന്നും 10-ന്റെ അന്നും അയ്യാമു തശ്രീഖ് 2-ാമത്തെ ദിവസവും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നടത്തിയ പ്രൗഢഗംഭീരമായ പ്രഭാഷണങ്ങൾ മിക്കവാറും കുട്ടികൾക്ക് മനഃപ്പാഠമുണ്ടാകും. ഈ വിനീതന്റെ അഭിവന്ദ്യ ഗുരുവര്യർ ഖലമുൽ ഇസ്ലാം കോടമ്പുഴ ബാവ ഉസ്താദ് ആ 4 പ്രഭാഷണങ്ങളും സയ്യിദുൽ ബഷറിന്റെ അവസാന ഭാഗത്ത് കൊണ്ടുവന്നിട്ടുണ്ട്. പ്രൗഢഗംഭീരമായ പ്രഭാഷണം. പ്രസംഗിക്കുക മാത്രമല്ല, ആരാന്റെ പ്രസംഗം അത് സ്വഹാബത്തിനോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അത് ആവർത്തിക്കാൻ ആവശ്യപ്പെടുകയും ചെയ്തു. ഖുസ് ഇബ്നു സാഇദത്ത് അൽ അയാദി എന്ന പ്രഭാഷകന്റെ പ്രഭാഷണം പലപ്പോഴും നിങ്ങളുമായി ഞാൻ പങ്കുവച്ചിട്ടുണ്ട്. ഇസ്മഉ വഉ ഫഇദാ വഅയ്തും ഫന്തഫിഉ കുല്ലു മാ ഹുവ ആതിൻ ആതിൻ വകുല്ലു മാ ഹുവ ദാഹിബുൻ ദാഹിബ് അൽ ബഅറതു തദുല്ലു അലൽ ബഈർ വസ്സൈറു യദുല്ലു അലൽ മസീർ ലൈലുൻ ദാജ് വനഹാറുൻ സാജ് വസമാഉൻ ദാതു അബ്റാജ് ബുഹൂറുഹു സാഖിറ വനുജൂമുഹു സാഹിറ അലാ ഇന്ന ഫിസ് സമാഇ ലഇബറാ വഇന്ന ഫിൽ അർളി ലഖിബറാ മാ ലിയറന്നാസ് യദ്ഹബൂന ഫലാ യർജിഊൻ അറളൂ ബിൽ മഖാമി ഫഅഖാമൂ അം തുരികൂ ഹുനാക ഫനാമൂ തബ്ബൻ ലിഅർബാബിൽ ഗാഫില മിനൽ ഉമമിൽ ഖാലിയ വമിനൽ ഖുറൂനിൽ മാളിയ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രവാചകരായി നിയോഗിക്കപ്പെടുന്നതിൻ്റെ മുമ്പേ മക്ക മുക്കറമയിലെ ഉക്കാല് ചന്തയുടെ അരികിലൂടെ നടന്നു പോകുമ്പോൾ അവിചാരിതമായി കേട്ട പ്രസംഗമാണ് ഖുസ് ഇബ്നു സാഇദത്ത് അൽ അയാദി. ആ മൂപ്പര് പോണതാ. ഖുസ് ഇബ്നു സാഇദത്ത് അൽ അയാദി അദ്ദേഹത്തിന്റെ പ്രസംഗം അവിചാരിതമായി കേട്ടു. ആ കേട്ട പ്രസംഗം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് വലിയ ഇഷ്ടമായി. പിന്നീട് പ്രവാചകരായി നിയോഗിതരായതിന്റെ ശേഷം സ്വഹാബത്തിനോട് ആവശ്യപ്പെടുമായിരുന്നു ആ ചെറിയ പ്രസംഗം, എന്നാലോ ആശയ ബാഹുല്യമുള്ള പ്രസംഗം ആരെങ്കിലും എനിക്ക് ഒരിക്കൽ കൂടി കേൾപ്പിക്കുമോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആവർത്തിച്ചിരുന്നു. പ്രഭാഷണം എന്ന കല ഇഷ്ടപ്പെട്ടു. പലപ്പോഴും ചില ആശയങ്ങളൊക്കെ സ്വഹാബത്തിന് വിശദീകരിച്ചു കൊടുക്കാൻ വേണ്ടി ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം മണലിൽ ചിത്രം വരയ്ക്കാറുണ്ടായിരുന്നു. സ്വഹീഹുൽ ബുഖാരിയിൽ അവസാന ഭാഗത്തേക്ക് എത്തുമ്പോൾ ബാബുൽ അമലി വ തൂലിഹി വ ഖൗലില്ലാഹി സുബ്ഹാനഹു വ തആല എന്ന് തുടങ്ങുന്ന അധ്യായത്തിന്റെ താഴ്ഭാഗത്ത് ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഒരു ചിത്രം കാണാം. അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹുവാണ് ഹദീസ് റിവായത്ത് ചെയ്യുന്നത്. ഖത്തൻ നബിയ്യു സല്ലല്ലാഹു അലൈഹി വസല്ലം ഖത്തൻ മുറബ്ബഅ വഖത്ത ഖത്തൻ ഫിൽ വസതി ഖാരിജൻ മിൻഹു വഖത്ത ഖുതതൻ സിഗാറൻ ഇലല്ലദീ ഫിൽ വസതി മിൻ ജാനിബിഹി അല്ലദീ ഫിൽ വസത്. ഒരു ചിത്രം വരച്ചു, ഒരു ചതുരം വരച്ചു. ചതുരത്തിന്റെ നടുഭാഗത്തൊരു വര, ആ വര അപ്പുറത്തേക്കും ഇപ്പുറത്തേക്കും തള്ളി നിൽക്കുന്നു. രൂപപ്പെട്ട 2 കള്ളികൾക്കുള്ളിൽ കൊച്ചു കൊച്ചു വരകൾ വേറെയും വരച്ചു. സ്വഹാബത്ത് ഇങ്ങനെ ജിജ്ഞാസയോടുകൂടെ നോക്കി നിൽക്കുകയാണ്, ആങ്സൈറ്റിയോടുകൂടെ നോക്കി നിൽക്കുക. എന്താണ് ഈ ചതുരം? ഈ ചതുരത്തിന്റെ നടുഭാഗത്തെ വര അപ്പുറത്തേക്കും ഇപ്പുറത്തേക്കും തള്ളി നിൽക്കുന്നു. രൂപപ്പെട്ട 2 കള്ളികൾക്കുള്ളിൽ
കൊച്ചു കൊച്ചു വരകൾ വേറെയും. എന്താണിത്? ഒരു വലിയ ആശയം സ്വഹാബത്തിന്റെ മുമ്പിൽ അവതരിപ്പിക്കാൻ, അവരുടെ ജിജ്ഞാസയെ കടമെടുക്കാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ ഒരു വര കുറി എന്ന ഒരു കലാരൂപം കടമെടുക്കുകയായിരുന്നു. അവിടെ ചൂണ്ടിക്കാണിച്ചു കൊടുത്തു. ആ ചതുരത്തിന്റെ നടുഭാഗത്തെ വര മനുഷ്യനെ പ്രതിനിധാനം ചെയ്യുന്നു. ആ ചതുരം മനുഷ്യന്റെ പരിമിതമായ ആയുസ്സിനെ പ്രതിനിധാനം ചെയ്യുന്നു. അപ്പുറത്തേക്കും ഇപ്പുറത്തേക്കും തള്ളി നിൽക്കുന്ന വര മനുഷ്യന്റെ ആയുസ്സിനെ മറികടക്കുന്ന അതിമോഹങ്ങളെയും താല്പര്യങ്ങളെയും പ്രതിനിധാനം ചെയ്യുന്നു. രൂപപ്പെട്ട രണ്ട് കള്ളികൾക്കുള്ളിലെ കൊച്ചു 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 വരകൾ അത് ജീവിതത്തിലെ അപകടങ്ങളെയും പ്രയാസങ്ങളെയും പ്രതിനിധാനം ചെയ്യുന്നു. ഒരു രോഗം മാറിയാലും അടുത്ത രോഗം കാത്തിരിക്കുന്നു മരിപ്പിക്കാൻ. ഒരു അപകടം മാറിയാലും മറ്റൊരു അപകടം കാത്തിരിക്കുന്നു മരിപ്പിക്കാൻ. ഈ ലോകത്തിന്റെ നശ്വരാവസ്ഥയാണ് ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ആ ക്ലാസ് റൂമിലെ അന്നത്തെ സബ്ജക്റ്റ്. അത് പക്ഷേ ഒരു കലാരൂപത്തിലൂടെ, ചിത്രരചനയിലൂടെ സമൂഹത്തിന് ബോധ്യപ്പെടുത്തി കൊടുക്കുന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പ്രഭാഷണം എന്ന കലയെയും അതുപോലെ ചിത്രരചന എന്ന കലയെയും, ഉദ്ദേശിക്കുന്ന ചിത്രരചന നിഷിദ്ധമായ രചനയല്ല, ഈ രൂപത്തിലുള്ള അനുവദനീയമായ രചനകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നന്നായി പ്രോത്സാഹിപ്പിച്ചു. മുത്തുനബി പ്രാസദീക്ഷയോടുകൂടെ വൃത്തനിബദ്ധമായി പാട്ട് പാടിയിട്ടില്ല. പക്ഷെ ആരാന്റെ പാട്ട് കടമെടുത്ത് പാടിയിട്ടുണ്ട്. അല്ലാഹുമ്മ ഇന്നൽ അജ്റ അജ്റുൽ ആഖിറ ഫർഹമിൽ അൻസാറ വൽ മുഹാജിറ. സ്വഹാബത്ത് ഉന്മേഷത്തോടുകൂടെ പള്ളി നിർമ്മാണത്തിന് വേണ്ടി ഒരുങ്ങിയപ്പോൾ അവർക്ക് ഒരിക്കൽ കൂടി ഉന്മേഷം നൽകാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ ഒരു പാട്ട് കടമെടുത്ത് അവർക്ക് വേണ്ടി ദുആ ചെയ്തു കൊടുക്കുന്നുണ്ട്. അപ്പൊ പാട്ടും പ്രസംഗവും വരയും കുറിയുമെല്ലാം ആ പ്രബോധകന്റെ പ്രബോധന ജീവിതത്തിൽ നന്നായി നമുക്ക് കാണാൻ കഴിയും. സ്വഹാബത്തിന്റെ ജീവിതവും അങ്ങനെ തന്നെയാണ്. സ്വഹാബത്തിന്റെ പ്രബോധന രീതി എങ്ങനെയാണ്? ഘോരമായ പ്രഭാഷണം നിർവഹിച്ചു അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. എന്താണ് ആ പ്രസംഗം? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ലോകത്തോട് വിട പറഞ്ഞ ദിവസം അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ ഒരു പ്രഭാഷണം ആ സമയത്ത് നടന്നില്ലായിരുന്നുവെങ്കിൽ ഒരു സ്വഹാബത്ത് പോലും ജീവനോടെ ഉണ്ടാകുമായിരുന്നില്ല. ടെൻഷൻ കൊണ്ട്, ദുഃഖം കൊണ്ട് സ്വഹാബത്ത് ഹൃദയം പൊട്ടി മരിച്ചു പോകുമായിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ വഫാത്തിന്റെ വിവരം അറിഞ്ഞപ്പോൾ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു മാനസിക വിഭ്രാന്തിയോടുകൂടെ മദീന മുനവ്വറയുടെ പള്ളിയുടെ കൊറിഡോറിലൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും മാനസിക വിഭ്രാന്തിയോടുകൂടെ നടന്നു. ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹുവിന് നാക്കിനൊരു പ്രയാസം വന്നു. അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹുവിന്റെ കാലിനൊരു പ്രയാസം വന്നു, ഇരുന്നുപോയി മരണവാർത്ത കേട്ടിട്ട്. അബ്ദുല്ലാഹിബിൻ ഉനൈസ് റളിയല്ലാഹു ഹൃദയം പൊട്ടി മരിച്ചു. ഇങ്ങനെ സ്വഹാബത്ത് ആ വഫാത്ത് ഉൾക്കൊള്ളാൻ കഴിയാതെ വലിയ മാനസിക പ്രയാസത്തിൽ. ആ സമയത്താണ് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ പ്രൗഢ ഗംഭീരമായ പ്രഭാഷണം. അയ്യുഹന്നാസ് മൻ കാന യഅ്ബുദു മുഹമ്മദൻ ഫഇന്ന മുഹമ്മദൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഖദ് മാത് വമൻ കാന യഅ്ബുദുല്ലാഹ ഫഇന്നഹു ഹയ്യുൻ ലാ യമൂത്. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ പ്രൗഢ ഗംഭീരമായ പ്രഭാഷണത്തിന്റെ ആദ്യ ശകലമാണത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ആരെങ്കിലും ആരാധിക്കുന്നുണ്ടെങ്കിൽ അവരോട് പറയാനുള്ളത്, ആ നബി ലോകത്തോട് വിട പറഞ്ഞിട്ടുണ്ട്. അള്ളാഹുവിനെയാണ് ആരാധിക്കുന്നതെങ്കിൽ അള്ളാഹു എക്കാലവും സജീവമായിട്ടുണ്ട്. ഇങ്ങനെ തുടങ്ങുന്ന പ്രൗഢ ഗംഭീരമായ പ്രഭാഷണത്തോടു കൂടെയാണ് സ്വഹാബത്തിന് സ്ഥൈര്യത വന്നത്, ഒരു മാനസിക വിഭ്രാന്തിയിൽ നിന്ന് രക്ഷയുണ്ടായത്. അത്രമേൽ പ്രൗഢ ഗംഭീരമായ പ്രഭാഷകനായിരുന്നു അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. ഖിലാഫത്തിന്റെ സമയത്ത് അവാന്തര വിഭാഗങ്ങളുടെ കടന്നുകയറ്റം വന്നപ്പോഴല്ല, സിദ്ദീഖ് റളിയല്ലാഹു അൻഹു നടത്തിയ പ്രസംഗങ്ങൾ ഓരോന്നും ചരിത്രത്തിൽ രേഖപ്പെട്ടു കിടക്കുന്നു. ഈ വിനീതന്റെ അഭിവന്ദ്യ ഗുരുവര്യർ ഖലമുൽ ഇസ്ലാം കോടമ്പുഴ ബാബ ഉസ്താദ് അൽ ഖിലാഫത്തുർ റാഷിദ എന്ന ഗ്രന്ഥം എഴുതിയപ്പോൾ ഏറെക്കുറെ ആ പ്രസംഗങ്ങളും അതിൽ കൊണ്ടുവന്നിട്ടുണ്ട്, വായിച്ചു നോക്കാവുന്നതാണ്. അപ്പൊ സ്വഹാബത്തിന്റെ പ്രബോധന രീതിയിൽ ആ പ്രസംഗ കലകളുണ്ട്. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവും കാലോചിതമായി സന്ദർഭോചിതമായി നന്നായി പ്രസംഗിക്കുന്ന പ്രഭാഷകൻ തന്നെയായിരുന്നു. അതുപോലെ ഹുബാബ് ഇബ്നുൽ മുൻദിർ റളിയല്ലാഹു അൻഹു
സന്ദർഭോചിതമായി നല്ല നല്ല ട്രിക്കുകളും തന്ത്രങ്ങളും പറയാൻ പറ്റുന്ന ഹുബാബ് ബിനുൽ മുൻദിർ റളിയല്ലാഹു അൻഹു, സന്ദർഭോചിതമായി പാട്ടുപാടിയിരുന്ന കഅബ് റളിയല്ലാഹു അൻഹു, ഹസ്സാൻ ഇബ്നു സാബിത്ത് റളിയല്ലാഹു അൻഹു, എഴുത്തിന്റെ മേഖലയിൽ പ്രസിദ്ധി നേടിയ മുആവിയ റളിയല്ലാഹു അൻഹു, സയ്യിദ് ഇബ്നു സാബിത്ത് റളിയല്ലാഹു അൻഹു, ഇങ്ങനെ തുടങ്ങി സ്വഹാബത്ത് പ്രബോധനത്തിന് വേണ്ടി പല കലകളും ഉപയോഗപ്പെടുത്തി. അയിമ്മത്തിന്റെ പ്രബോധന മേഖല എടുത്താലും ഈ പ്രഭാഷണങ്ങളും എഴുത്തുകളും മറ്റു കലാരൂപങ്ങളും ബുർദാസ്വാദനങ്ങളും മദ്ഹിന്റെ ഗീതങ്ങളും നമുക്ക് ഒരുപാട് കാണാൻ കഴിയും. ഇനി അങ്ങോട്ട് കേരളീയ പണ്ഡിതന്മാരിലേക്ക് എത്തിയാൽ അവരുടെ പ്രബോധന രീതി, ഷെയ്ഖുന സുൽത്താനുൽ ഉലമ ഉസ്താദ് അവറുകളുടെ പ്രബോധന രീതി, വിശ്വാസപൂർവം എന്ന ആത്മകഥ, അതൊരു തവണ വായിച്ചു തീർത്താൽ തന്നെ മനസ്സിലാകും. അല്ലാഹു സുബ്ഹാനഹു വ തആല കേരളീയരായ പണ്ഡിതർ, മറ്റുള്ള മഹാത്മാർ അവരുടെ ജീവിതത്തിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ട് ദീനിന്റെ നല്ല ഖാദിമ്യങ്ങളായി പ്രവർത്തിക്കാൻ തൗഫീഖ് പ്രദാനം ചെയ്യട്ടെ. അപ്പൊ കലകളിലൂടെ, ഒരുപാട് സ്കില്ലുകളിലൂടെ സമൂഹത്തിനോട് നമ്മൾ ചെയ്യേണ്ട നന്മ കൽപ്പിക്കുക, തിന്മ വിലക്കുക എന്ന കാര്യം വളരെ മാന്യമായി നമുക്ക് നിർവഹിക്കാൻ കഴിയും. അതിരിപ്പോഴേ പരിശീലന കളരിയാണ് നമ്മുടെ KSOയുടെ കീഴിലുള്ള നിങ്ങൾക്ക് വേണ്ടി ഓരോ സന്ദർഭങ്ങളിലും സംഘടിപ്പിക്കുന്ന ഓരോ ക്ലാസ്സുകളും കലാപ്രകടനങ്ങളും പാട്ടുകളും എല്ലാം. പാട്ടുകളും ജനങ്ങളെ സ്വാധീനിക്കും. അലിമാം ബുസീരി റളിയല്ലാഹു അൻഹു ബുർദ എന്ന മധുഗീതം കൊണ്ടാണ് ജനങ്ങളെ ആത്മീയതയിലേക്ക് മാടി വിളിച്ചത്. ആത്മീയതയിലേക്ക് മാടി വിളിച്ചത് ബുർദ എന്ന മധുഗീതം കൊണ്ടാണ്. ഇപ്പോൾ ബുർദ പാടിപ്പിക്കും, നന്നായി പാട്ട് പാടിപ്പിക്കും, നന്നായി എഴുതിപ്പിക്കും. അതുപോലെ സംവാദങ്ങളും മുഖാമുഖങ്ങളും ഖണ്ഡന മണ്ഡനങ്ങളും നന്നായി പരിശീലന കളരി എന്നോണം ഇവിടെ ഒരുപാട് അവസരങ്ങൾ ഉണ്ടാകുമെന്ന് ഈ വിനീതൻ മനസ്സിലാക്കുന്നു. ഞാൻ എൻ്റെ വാക്കുകൾ പെരുപ്പിക്കുന്നില്ല. ഈ സദസ്സിന് വേണ്ട കാര്യങ്ങൾ പറഞ്ഞു എന്ന് വിശ്വസിക്കുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല ഉത്തരവാദിത്വം ആത്മാർത്ഥമായി നിർവഹിക്കുന്ന നല്ല പഠിതാക്കളായി നമ്മളെല്ലാവരെയും സ്വീകരിക്കട്ടെ. ലക്ഷ്യം അനിവാര്യമാണ്. ലക്ഷ്യമില്ലാതെ ജീവിച്ചാൽ നമ്മുടെ പ്രവർത്തന മേഖലകളും പഠന മേഖലകളും എല്ലാം അവതാളത്തിലാകും. സഖാഫി ബിരുദം കിട്ടിയതിൻ്റെ ശേഷം മറ്റു പല മേഖലകളിൽ ജോലി ചെയ്ത് സ്വന്തം ഉത്തരവാദിത്വം മറന്നുപോകുന്ന ചില ആളുകളെ കാണാം. നമുക്കൊരു ഉത്തരവാദിത്വമുണ്ട്. ഈ വേഷവിധാനം നമ്മൾ സ്വീകരിച്ചത്, തലപ്പാവ്, ഈ ഒരു വെള്ള വസ്ത്രം നമ്മൾ സ്വീകരിച്ചത് ഒരു വലിയ ദൗത്യ നിർവഹണത്തിന് വേണ്ടിയാണ്. മർക്കസ് നമുക്ക് വേണ്ടി എല്ലാ സൗകര്യങ്ങളും ഒരുക്കി തരുന്നു. സമൂഹം നമുക്ക് വേണ്ട കാശ് തരുന്നു, സംഭാവനകൾ തരുന്നു. ഓരോ സമയത്തും സമൂഹം നമുക്ക് വേണ്ട കാര്യങ്ങൾ അവരോട് ചോദിക്കുമ്പോൾ അവർ വളരെ സന്തോഷത്തോടു കൂടെ തരികയാണ്. നമ്മളിൽ നിന്ന് നല്ല ഉൽപ്പന്നങ്ങൾ അവർ കാത്തിരിക്കുന്നുണ്ട്. അതുകൊണ്ട് പുറമേ നിന്നുള്ള സംഭാവനകളും അകത്തു നിന്നുള്ള ഭാവനകളും മേളിച്ച് മർക്കസ് എന്ന മഹാവിപ്ലവം സംഭവമായി മാറാൻ KSOയുടെ കീഴിലുള്ള ഓരോ പ്രവർത്തനങ്ങളും നിമിത്തമാവണം, നിദാനമാവണമെന്ന് ആത്മാർത്ഥമായി ആശിക്കുകയും അതിനുവേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്യുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് പ്രദാനം ചെയ്യട്ടെ. സമയം കളയരുത്, സമയം നശിപ്പിക്കരുത്. മാ ഫാത മിൻ ഉംരിക ലാ ഇവള ലഹ് വമാ ഹസല ലക മിൻഹു ലാ ഖീമത ലഹ്. ആയുസ്സിൽ നിന്ന് ഒരു നിമിഷമാണ് ലഭിച്ചതെങ്കിൽ അതിൻ്റെ മൂല്യനിർണ്ണയം നടത്താൻ നമുക്ക് കഴിയില്ല. ആയുസ്സിൽ നിന്ന് ഒരു നിമിഷമാണ് നഷ്ടപ്പെട്ടതെങ്കിലോ അത് വീണ്ടെടുക്കാനും കഴിയില്ല. എഴുതാൻ അറിയുന്നവർ സമയം ഉപയോഗപ്പെടുത്തി നന്നായി എഴുതണം. പ്രസംഗിക്കാൻ അറിയുന്നവർ ആ പ്രസംഗത്തിനുള്ള മാറ്ററുകൾ കഴിവിൻ്റെ പരമാവധി ഈ പഠനകാലത്ത് സംഭരിക്കാൻ നോക്കണം. പണ്ഡിത പ്രഭാഷകരെയാണ് നമുക്ക് വേണ്ടത്, പ്രഭാഷക പണ്ഡിതരെ നമുക്ക് ആവശ്യമില്ല. അഭിവന്ദ്യ ഗുരുവര്യർ ഖലമുൽ ഇസ്ലാം കോടമ്പുഴ ബാബ ഉസ്താദ് ചിന്താകിരണങ്ങൾ എന്ന ലേഖന സമാഹാരം എഴുതിയപ്പോൾ അതിൽ വെള്ളം കുടിക്കാത്ത പ്രസംഗകൻ എന്നൊരു തലക്കെട്ടിൻ്റെ താഴ്ഭാഗത്ത് പ്രസംഗകരെ പലതായി തരംതിരിക്കുന്നുണ്ട്. അതിൽ ഒന്നാമത്തെ തരംതിരിവാണ് പണ്ഡിത പ്രഭാഷകർ, മറ്റൊന്ന് പ്രഭാഷക പണ്ഡിതർ. പ്രസംഗിച്ച് മാറ്ററുകൾ നോക്കി ചില ആളുകൾ പണ്ഡിതന്മാരാകും. അതല്ല വേണ്ടത്. നമ്മുടെ പാണ്ഡിത്യത്തിൽ നിന്ന് ജനിക്കണം സന്ദർഭത്തോടുള്ള സംസാരങ്ങളും സംവാദങ്ങളും മുഖാമുഖങ്ങളും മുദ്രാവാക്യങ്ങളും. ഒരു വിഷയം ആഴത്തിൽ ഇറങ്ങി പഠിച്ച് ആ വിഷയത്തിന് വിരുദ്ധം കാണുമ്പോൾ നമ്മളിൽ നിന്ന് ജനിക്കുന്ന ഒരു കലാകാരനുണ്ട്. അത് നമുക്ക് മാത്രം അവകാശപ്പെട്ട കലാകാരനാണ്. അവിടെ ഇമിറ്റേഷൻ ഇല്ല. അതല്ല
പ്രഭാഷക പണ്ഡിതരാണോ അവിടെ അനുകരണങ്ങൾ ഉണ്ടാകും. കാരണം നമുക്കൊരു മാറ്റർ കയ്യിലേക്ക് എത്തിയാൽ ആ മാറ്ററിനെ കുറിച്ച് നമുക്കറിയില്ല. അപ്പം ആരാൻ്റെ പ്രസംഗം ഇങ്ങനെ കേൾക്കും. അപ്പം ആരാൻ്റെ ശൈലി നമ്മളിലേക്ക് കടന്നു വരും. അപ്പോൾ ആരാൻ അനുകരിക്കുന്നൊരു രൂപം വരും. അതല്ല വേണ്ടത്. ഒരു വിഷയത്തെ സംബന്ധിച്ച് നമ്മൾ നേരത്തെ ആഴത്തിലിറങ്ങി പഠിക്കുമ്പോൾ ആ ഒരു ആർജവത്തോടുകൂടെ ധൈര്യത്തോടുകൂടെ സംസാരിക്കാവുന്ന ഒരു കലാകാരൻ നമ്മളിൽ നിന്ന് ഉടലെടുക്കും. ആ ഒരു കലാകാരൻ നമുക്ക് മാത്രം അർഹതപ്പെട്ടതാണ്. അത് നമ്മെ മാത്രം അനുകരിക്കുന്നതാണ്, ആരാൻ അനുകരിക്കുന്നതല്ല, ഇമിറ്റേഷൻ ഉള്ളതല്ല. അതുകൊണ്ട് ആഴത്തിലിറങ്ങി നന്നായി പഠിക്കുക, അറിയുക, വായിക്കുക. ഡിഗ്രി 3rd ഇയറിന് പഠിക്കുന്ന സമയത്ത് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി പ്രകാരം ഇയർ സിസ്റ്റമായി. ഇപ്പോൾ സെമിസ്റ്റർ സിസ്റ്റമായി. നമ്മൾ പഠിക്കുന്ന സമയത്ത് ഇയർ സിസ്റ്റമായിരുന്നു. 3 വർഷത്തെ വാർഷിക പരീക്ഷ. അതിൽ 3ാമത്തെ വർഷം ക്രിറ്റിസിസം എന്ന് പറയുന്നൊരു പുസ്തകമുണ്ട്. കലകളെ നിരൂപണം ചെയ്യുന്ന വിവിധ പണ്ഡിതന്മാർ നിരൂപണം ചെയ്യുന്ന ഗ്രന്ഥമാണ് ക്രിറ്റിസിസം. അതിൽ ആദ്യത്തെ പാഠം തന്നെ പ്ലാറ്റോയുടേതാണ്. പ്ലാറ്റോയുടെ ഡയലോഗ് എന്ന പുസ്തകം നിരത്തി കലകളെ അദ്ദേഹം വിമർശിക്കുന്ന വിമർശന രൂപങ്ങളാണ് അതിൽ പറയുന്നത്. അതിൽ അദ്ദേഹം കലകളെ അനുകൂലമായി സംസാരിച്ചതും പ്രതികൂലമായി സംസാരിച്ചതുമൊക്കെ അതിലുണ്ട്. അതിൽ എഴുത്ത് എന്ന കലയെ സംബന്ധിച്ചും പ്രഭാഷണം എന്ന കലയെ സംബന്ധിച്ചുമൊക്കെ അദ്ദേഹം അനുകൂലമായി സംസാരിച്ച് അത് വ്യക്തിക്കും സമൂഹത്തിനും നൽകുന്ന വലിയ നേട്ടങ്ങളെ തോരാതെ സംസാരിച്ച് 4 കാര്യങ്ങൾ അദ്ദേഹം ഉണർത്തുന്നുണ്ട്. 4 ഘടകങ്ങൾ മേളിക്കുമ്പോഴേ നല്ലൊരു എഴുത്തുകാരൻ, നല്ലൊരു പ്രഭാഷകൻ, നല്ലൊരു അവതാരകൻ, നല്ല ഒരു കലാകാരൻ ലോകത്തേക്ക് ജനിച്ചു വീഴൂ. 4 കാര്യങ്ങൾ ഏതാണ്? ഒന്നാമത്തേത്, നല്ല വായന വേണം. രണ്ടാമത്തേത്, ഏത് കലയാണോ ആ കലയെ സംബന്ധിച്ചുള്ള ഒരു പ്രകൃതി, ആ കലയുടെ പ്രകൃതിപരമായ സ്വഭാവവും അസ്തിത്വവും അറിയണം. മൂന്നാമത്തേത്, പ്രഭാഷണമാണെങ്കിലും എഴുത്താണെങ്കിലും ഒരു തുടക്കം, ഒടുക്കം, മധ്യം, അതിൻ്റെ ഒരു സ്വാഭാവികമായ കർമ്മം അറിയണം. നാലാമത്തേത്, അനുവാചക വൃന്ദത്തിൻ്റെ മാനസികാവസ്ഥ അറിയണം. അതിനനുസരിച്ച് എഴുതണം, പ്രസംഗിക്കണം. അതിലൊന്നാമത് പറഞ്ഞതാണ് ആഴത്തിലിറങ്ങിയുള്ള വായന. ഈ വിനീതന്റെ അഭിവന്ദ്യ ഗുരുവര്യർ കലമുൽ ഇസ്ലാം കോടമ്പുഴ ബാബ ഉസ്താദിന്റെ വായന പലപ്പോഴും അത്ഭുതപ്പെടുത്തിയിട്ടുണ്ട്. ഒരു ഉദാഹരണം മാത്രം കേൾപ്പിക്കാം. കളിയും വിനോദം എന്നൊരു പുസ്തകമുണ്ട്. ഉസ്താദ് 150ഓളം ഗ്രന്ഥങ്ങൾ എഴുതിയിട്ടുണ്ട്. ആ ഗ്രന്ഥങ്ങളെല്ലാം ഈ വിനീതന് വായിക്കാൻ കഴിഞ്ഞു എന്നത് അള്ളാഹു താല നൽകുന്ന ഒരു തൗഫീഖ്. അൽഹംദുലില്ലാഹ്. 150ഓളം ഗ്രന്ഥങ്ങളുണ്ട്. ആ ഗ്രന്ഥങ്ങളെ 13 മേഖലകളിലായി തരംതിരിക്കാൻ പറ്റും. വിശ്വാസം, കർമ്മം, ആത്മീയം, ഖുർആന്, ഹദീസ്, ചരിത്രം, പഠനങ്ങൾ, ചോദ്യോത്തര പംക്തികൾ, പരിഭാഷകൾ, വ്യാഖ്യാനങ്ങൾ, നിഘണ്ടു, വ്യാകരണം, സാഹിത്യം, അങ്ങനെ 13 മേഖലകളിലായി ആ ഗ്രന്ഥങ്ങളെ തരംതിരിക്കാൻ കഴിയും. അതിലെ വളരെ പ്രധാനപ്പെട്ട ഒരു ഗ്രന്ഥമാണ് കളിയും വിനോദം എന്ന പുസ്തകം. കളിയും വിനോദം എന്ന പുസ്തകം. അതിൽ എന്താണ് കളി, അനുവദനീയമായ കളി ഏത്, അനുവദനീയമല്ലാത്ത കളി ഏത്, യഥാർത്ഥമായ കളികളെയും അയഥാർത്ഥമായ കളികളെയും വേർതിരിക്കുന്ന ഒരു മനോഹരമായ ഗ്രന്ഥമാണിത്. അതിൻ്റെ ആരംഭ ഭാഗത്ത് ഒരുപാട് കളികളെ സംബന്ധിച്ച് പറയുന്നുണ്ട്. ഈ പുസ്തകം ഇറങ്ങുന്നത് ആദ്യത്തെ എഡിഷൻ 2009-ലാണ്, രണ്ടാമത്തെ എഡിഷൻ 2014-ലാണ്, മൂന്നാമത്തെ എഡിഷൻ 2022-ലാണ്. പക്ഷേ അതിൻ്റെ ആരംഭ ഭാഗത്ത് കൊണ്ടുവരുന്ന പത്ര കട്ടിങ്സുകൾ മാതൃഭൂമിയുടെയും മലയാള മനോരമയുടെയും ചന്ദ്രികയുടെയും സിറാജ് ദിനപത്രത്തിൻ്റെയും ഒക്കെ പത്ര കട്ടിങ്സുകൾ കൊണ്ടുവരുന്നുണ്ട്. 1963-ലെയും 68-ലെയും 93-ലെയും 78-ലെയും ഒക്കെ പത്ര കട്ടിങ്സുകൾ അതിൻ്റെ ആരംഭ ഭാഗത്ത് വാർത്തകളായി കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പം അന്നേ വായിച്ചു തുടങ്ങിയതിൻ്റെ റിസൾട്ട് പിന്നീട് പ്രകടമാകുന്നത് 2009-ലാണ് ആ ഗ്രന്ഥം ജനിക്കുന്നത്. അപ്പം എത്രമാത്രം ആഴത്തിലിറങ്ങി വായിച്ചതിൻ്റെ അനുഭവമാണ് പിന്നീട് ജനിച്ചത് എന്ന് ആലോചിക്കണം. അതുകൊണ്ട് വായനാ അനുഭവങ്ങൾ നമ്മളിലെ യഥാർത്ഥ കലാകാരനെ, പ്രഭാഷകനെ, എഴുത്തുകാരനെ പുറത്തു കൊണ്ടുവരും. അതുകൊണ്ട് നന്നായി വായിക്കണം, നന്നായി എഴുതണം, നന്നായി കേൾക്കണം. കേൾക്കാനുള്ള മനസ്സും നമുക്ക് വേണം. ആര് പ്രസംഗിക്കുകയാണെങ്കിലും അത് കേൾക്കാൻ സുഖമുള്ള പ്രസംഗമാവട്ടെ, കേൾക്കാൻ സുഖമില്ലാത്ത പ്രസംഗങ്ങളാവട്ടെ, ഏതാണെങ്കിലും ഏതോ ചില പോയിന്റുകളായിരിക്കാം ഒരുപക്ഷെ നമ്മുടെ മനസ്സുടയ്ക്കുന്നത് എന്ന ചിന്ത വേണം. ചെറിയൊരു കാര്യമായിരിക്കാം ഒരുപക്ഷെ നമ്മുടെ മനസ്സിനെ ഹഠാത് ആകർഷിക്കുന്നത്. അതുകൊണ്ട് ചെറിയ പ്രസംഗമാണെങ്കിലും വലിയ പ്രസംഗമാണെങ്കിലും, കേൾക്കാൻ സുഖമുള്ളതാണെങ്കിലും സുഖമില്ലാത്തതാണെങ്കിലും, അത് കേൾക്കാനുള്ള നല്ല ശ്രോതാവാനുള്ള വിശാലമായ മനസ്സ് വേണം.
ഏത് ശത്രുവിൻ്റെ സംസാരവും ദീർഘനേരം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കേൾക്കാനുള്ള മനസ്സ് കാണിച്ചു എന്നത് ഹദീസിന്റെ കിതാബ് നോക്കുമ്പോൾ തുടരെ കാണാൻ കഴിയുന്ന ഒരു യാഥാർത്ഥ്യമാണ്. ഇവിടെ നല്ല ശ്രോതാവണം. നല്ല ശ്രോതാക്കളായാൽ നല്ല അവതാരകർ നമ്മളിൽ നിന്ന് ജനിക്കും. നല്ല ശ്രോതാക്കളാണെങ്കിൽ നല്ല പ്രഭാഷകരെ, നല്ല പ്രസംഗകരെ സമൂഹത്തിന് കൊടുക്കാൻ കഴിയും. KSOയുടെ സംഘാടകരും അതുപോലെ അവതാരകരും ശ്രോതാക്കളും 3 പേരും ഒരേ ഉത്തരവാദിത്വമാണ് നിർവഹിക്കുന്നത്. എല്ലാവരും അവരവരുടെ ഉത്തരവാദിത്വം നിർവഹിക്കുമ്പോഴേ നമ്മൾ ഉദ്ദേശിക്കുന്ന ആ ഒരു കാര്യം നമുക്ക് നിർവഹിക്കാനും ഏറ്റെടുത്ത് സമൂഹമധ്യേ പ്രവർത്തിപ്പിക്കാനും കഴിയൂ. അൽഹംദുലില്ലാഹ് SSFന്റെയും SYSന്റെയും ഒക്കെ കർമ്മമണ്ഡലങ്ങൾ ഒരു പ്രബോധകൻ എന്ന നിലയിൽ നമ്മുടെ മുമ്പിൽ വളരെ മനോഹരമായി പടർന്നു പന്തലിച്ചു കിടക്കുന്നു. അതുകൊണ്ട് നമുക്കിനി പ്രബോധന മേഖലകൾ തേടിപ്പോവേണ്ടതില്ല. ഈ ആയുധങ്ങളെല്ലാം നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ, ഈ വൈജ്ഞാനിക ആയുധങ്ങളെല്ലാം, സ്കില്ലുകളെല്ലാം നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ യഥേഷ്ടം നമുക്ക് പ്രവർത്തിക്കാവുന്ന വിശാലമായ വിരിപ്പ് പൂർവികരായ സാത്വികർ നമുക്ക് വേണ്ടി വിരിച്ചു തന്നിട്ടുണ്ട്. നമ്മൾ പ്രവർത്തിക്കുകയേ വേണ്ടൂ. നമുക്ക് ഒരു വിശാലമായ വിരിപ്പ് വിരിക്കേണ്ട ആവശ്യമില്ല. അത് പൂർവികർ വിരിച്ചു വെച്ചിട്ടുണ്ട്. ദുൽഖഅദിൽ ലോകത്തോട് വിട പറഞ്ഞ ഓ ഖാലിദിനെ ആരും മറന്നു പോകരുത്. ഒമാനിലേക്ക് ഒരു പ്രഭാഷണത്തിന് വേണ്ടി പോയ സമയത്ത് ഒമാനിലായിരുന്നു ഓ ഖാലിദിന്റെ സലാലയിലായിരുന്നു അവരുടെ ഏറെക്കുറെ പ്രവർത്തന മേഖലകളെല്ലാം. ഓ ഖാലിദ് എന്ന ആ ചെറിയ പ്രായമുള്ള ആ പ്രവർത്തകന്റെ മഹിതമായ ജീവിതത്തിലെ ഓരോന്നും അദ്ദേഹത്തിന്റെ കൂടെ പ്രവർത്തിച്ചൊരു പ്രവർത്തകൻ ഇങ്ങനെ പറഞ്ഞു തരുമ്പോൾ കണ്ണിൽ നിന്നറിയാതെ കണ്ണുനീര് വന്നുപോയി. എത്ര ലക്ഷ്യബോധത്തോടുകൂടെയാണ്, ഉത്തരവാദിത്ത ബോധ്യത്തോടുകൂടെയാണ് ആ പ്രവർത്തകൻ പ്രവർത്തിച്ചത്. പക്ഷെ വളരെ നേരത്തെ ലോകത്തോട് വിട പറഞ്ഞു. ആ താരം വളരെ പെട്ടെന്ന് പൊലിഞ്ഞുപോയി. പക്ഷെ ഇന്നും ജനമനങ്ങളിൽ അവർ സജീവമാണ്. അയ്യുമാ മുസ്ലിമിന് ഷഹിദലഹു അർബഅത്തുൻ ബിഖൈരിൻ അദ്ഖലഹുല്ലാഹുൽ ജന്ന. ഒരു മനുഷ്യന്റെ വഫാത്തിന്റെ ശേഷം 4 ആളോ 3 ആളോ 2 ആളോ വേണ്ട 1 ആളോ ആ മനുഷ്യന്റെ നന്മ പറഞ്ഞാൽ പരലോകത്ത് സുഖജീവിതം നയിക്കുന്നു ആ മനുഷ്യനെന്ന് ഉറപ്പിച്ചോളൂവെന്ന് ഹദീസിന്റെ കിതാബുകളിൽ നിങ്ങൾ ഓതിപ്പോയിട്ടുണ്ടാകും. ഏതായിരുന്നാലും ഓ ഖാലിദിനെ നമുക്ക് മറക്കാൻ കഴിയില്ല. ഈ വിനീതന്റെ നാടിനടുത്തുള്ള ഫായിസ് എന്നു പേരുള്ള ഒരു മോന് നല്ല SSFകാരനായിരുന്നു. പേര് ഫായിസ്, വയസ്സ് 19, ദേശം കുളപ്പുറം. 19 വയസ്സായിരിക്കെ കുഞ്ഞുമോന് ലോകത്തോട് വിട പറഞ്ഞു. 19 വയസ്സുള്ള സമയത്ത് ആ മോന് വിട പറഞ്ഞു. പക്ഷേ മോന്റെ വേർപാടിന്റെ ശേഷം ഒരു ഗ്രന്ഥം ഇറങ്ങി. പേര് ഫായിസ്, വയസ്സ് 19, ദേശം കുളപ്പുറം എന്നാണ് ആ പുസ്തകത്തിന്റെ പേര്. ആ പുസ്തകത്തെ സംബന്ധിച്ച് ഞാൻ ആദ്യമായി കേൾക്കുന്നത് ബദറു സാദാത്ത് ഖലീൽ തങ്ങളുപ്പാപ്പയുടെ ഒരു അവതരണത്തിൽ നിന്നാണ്. നാടിനടുത്താണെങ്കിലും അങ്ങനൊരു ഗ്രന്ഥം ആ കുട്ടിയുടെ ജീവിതം സ്പർശിച്ചുകൊണ്ട് എഴുതപ്പെട്ടിട്ടുണ്ടെന്ന് അറിഞ്ഞിട്ടില്ലായിരുന്നു. ബദറു സാദാത്ത് ഖലീൽ തങ്ങളുപ്പാപ്പയുടെ ഒരു അവതരണത്തിൽ തങ്ങൾ പറയുന്നുണ്ട്, ഈ പുസ്തകം ഒരു കുഞ്ഞുമോന്റെ ചെറിയ ജീവിതം എന്നെ വല്ലാണ്ട് സ്വാധീനിച്ചു. ബദറു സാദാത്ത് ഖലീൽ തങ്ങളുപ്പാപ്പയുടെ പ്രവർത്തന മേഖല നമുക്കറിയാം. എൻ്റെ ജീവിതത്തെ ഈ കുഞ്ഞുമോന്റെ ജീവിതം വളരെ കൂടുതൽ സ്വാധീനിച്ചു എന്നാണ് ആ അവതരണ മധ്യേ പറയുന്നത്. ആ കുഞ്ഞുമോൻ 19 വയസ്സായിരിക്കെ ലോകത്തോട് വിട പറഞ്ഞിട്ടുണ്ട്. ജീവിച്ച് തുടങ്ങിയതേ ഉള്ളൂ എന്നർത്ഥം. പക്ഷേ ആ കുട്ടി ഇടപെട്ട മേഖലകളിലെല്ലാം ആ കുട്ടി പഠിച്ച ഇൽമുകളും ആ പ്രവർത്തന മേഖലകളിൽ നിന്ന് സംഭരിച്ച അനുഭവങ്ങളുമൊക്കെ കഴിവിൻ്റെ പരമാവധി കൊടുക്കാൻ ആ കുട്ടി ശ്രമിച്ചു. ആ കുട്ടി സാധനങ്ങൾ വാങ്ങാൻ വേണ്ടി ചെന്ന കടയുടമയ്ക്കടക്കം ആ കുട്ടിയെ സംബന്ധിച്ച് ഒരുപാട് അനുഭവങ്ങൾ പറയാനുണ്ട്. ആ കുട്ടിയുടെ കൂടെ കൂടിയ സഹപാഠികൾക്ക്, കൂട്ടുകാർക്ക് മനോഹരമായ ഒരുപാട് അനുഭവങ്ങൾ പങ്കുവെക്കാനുണ്ട്. അതുകൊണ്ട് നമുക്ക് നല്ല പ്രവർത്തനം നിർവഹിക്കാൻ നമ്മുടെ പൂർവികരായ പണ്ഡിതർ മനോഹരമായ പട്ടുമെത്ത, പ്രവർത്തനത്തിൻ്റെ പട്ടുമെത്ത വിരിച്ചു തന്നിട്ടുണ്ട്. നമ്മൾ നല്ല സ്കില്ലുകളുമായി, നല്ല അവതരണ ശേഷിയുമായി പൊതുസമൂഹത്തേക്ക് ഇറങ്ങേണ്ട ആവശ്യമേ ഉള്ളൂ. അതുകൊണ്ട് ഇത്തരം മേഖലകളെല്ലാം നിങ്ങൾ ഉപയോഗപ്പെടുത്തണം.